ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ബ്ലാക്ക് പിൽ വെച്ച് അനലൈസ് ചെയ്യാനാണ് പോകുന്നത്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ബ്ലാക്ക് പിൽ എന്താണെന്ന് അറിയായിരിക്കും. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് പില്ലിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് പിൽ എന്താണെന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് നഗ്നമായ സത്യങ്ങളായിരിക്കും പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചിലർക്കത് ദഹിച്ചെന്ന് വരില്ല. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു പോകും. ഷുഗർ കോട്ടിംഗ് ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ സെൻസിറ്റീവായിട്ടുള്ള കുറച്ച് ആളുകളുണ്ടാവുമെന്ന് എനിക്കറിയാം. ചിലർക്ക് വീഡിയോ കണ്ട അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തേക്കാം. അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ്. നമുക്കെന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ബിഗിൻ. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗാണ് ലുക്കിലല്ല കാര്യം പേഴ്സണാലിറ്റിയിലാണെന്നുള്ളത്. ബ്ലാക്ക് പിൽ ഐഡിയോളജി ഇതിനെ പൂർണ്ണമായിട്ട് എതിർക്കുകയാണ് ചെയ്യുന്നത്. അതായത് ലുക്ക് തീരെയില്ല, പക്ഷെ നല്ല പേഴ്സണാലിറ്റി ഉണ്ടെന്ന് വെച്ചിട്ട് പേഴ്സണാലിറ്റിയുടെ ബേസിസിൽ ആരും നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. എല്ലായിടത്തും നമ്മൾ ഒതുക്കപ്പെടും. പിന്നെ നിങ്ങൾക്ക് ബിലോ ആവറേജ് ലുക്കാണുള്ളത്, പക്ഷെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. പിന്നെ നിങ്ങൾ അത്യാവശ്യം റിച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ കുറേ പേര് കാണും. പക്ഷേ അതേസമയം നിങ്ങളൊരു ഇൻട്രോവേർട്ടാണ്, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ബിലോ ആവറേജ് ലുക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും ഒതുക്കപ്പെടും. നമുക്ക് ഈ ബിലോ ആവറേജ് ലുക്കുള്ള ആളുകളെ തന്നെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് വൺ പൈസക്കാരൻ, പിന്നെ രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവൻ, പിന്നെ മൂന്നാമത്തത് ഇത് രണ്ടും ഉള്ളവൻ, പിന്നെ നാലാമത്തവൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇല്ല പിന്നെ പൈസ ഇല്ലാത്തവൻ. അപ്പം നമുക്കിങ്ങനെ 4 വിഭാഗമായിട്ട് ഇവരെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 4 വിഭാഗം ഞാൻ ഡിവൈഡ് ചെയ്തു. ഈ 4 വിഭാഗത്തിൽ 3 വിഭാഗത്തിലുള്ളവർക്കായിരിക്കും കൂടുതൽ പെണ്ണ് കിട്ടാൻ സാധ്യത. അപ്പോൾ 4ാമത്തെ വിഭാഗം ഞാൻ പറഞ്ഞത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്ത ബിലോ ആവറേജ് ലുക്കുള്ള ആളുകളെയാണ്. ഇങ്ങനത്തെ ആളുകൾക്ക് എത്ര തന്നെ നല്ല പേഴ്സണാലിറ്റി ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 4ാമത്തെ വിഭാഗത്തിലുള്ള ആൾക്ക് നല്ല പേഴ്സണാലിറ്റി ഉള്ളതിൻ്റെ പേരിൽ ഒരു പെണ്ണ് കിട്ടുവാണെങ്കിൽ തന്നെ അത് വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ആ ചുരുക്കം പേരിൽ തന്നെ കുറച്ച് വിഭാഗം ഷാംബോളിക് റിലേഷൻഷിപ്പായി മാറും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഷാംബോളിക് റിലേഷൻഷിപ്പ് എന്ന്. ഷാംബോളിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണിനേക്കാളും കൂടുതൽ ഭംഗി പെണ്ണിനുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആണിൻ്റെ അത്രയും തന്നെ ലുക്ക് പെണ്ണിനുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മേൽക്കോയ്മ പെണ്ണിനായിരിക്കും. അതായത് പെണ്ണ് പറഞ്ഞ പോലെ അനുസരിച്ച് പൊക്കോളണം. ഇപ്പോൾ ആ റിലേഷൻഷിപ്പിൽ പുരുഷൻ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്താൽ തന്നെ പെണ്ണ് പറയും നീ ഇല്ലെങ്കിൽ എനിക്ക് വേറെ ആമ്പിള്ളേരുണ്ട്, നിന്നെ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ നീ ആയിട്ട് റിലേഷൻഷിപ്പിലാവാൻ ഞാൻ സംഭവിച്ചതിൻ്റെ മെയിൻ റീസൺ നിന്നെ കണ്ടിട്ട് പാവം തോന്നിയിട്ടാണെന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ പുരുഷൻ എന്ത് ചെയ്യും? അവൾ പോകാതിരിക്കാൻ വേണ്ടി അവളുടെ പുറകിൽ വാലാട്ടിപ്പട്ടി പോലെ നടക്കും. പിന്നെ അതുമില്ലാതെ ഈ പുരുഷൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല, സ്ത്രീയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ പുരുഷന് സോറി ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ പബ്ലിക്കിൽ നടക്കുമ്പോൾ പുരുഷൻ്റെ കൈ പിടിക്കാതെ നടക്കുക. പിന്നെ തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാം എനിക്കിതിനേക്കാളും നല്ലൊരു ആണിനെ കിട്ടിയേനെ, പിന്നെ ഞാൻ കണ്ടിട്ട് പാവം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവനെ കെട്ടിയത്, ഇല്ലെങ്കിൽ ഇവനായിട്ട് റിലേഷൻഷിപ്പിലായതെന്ന്. അങ്ങനെ മാക്സിമം അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടിനെ തരം താഴ്ത്തി സംസാരിക്കുക. അപ്പോൾ ഈ ഷാംബോളിക് റിലേഷൻഷിപ്പിലുള്ള പെണ്ണുങ്ങൾക്കായിരിക്കും കൂടുതൽ അവിഹിതം ഉണ്ടാവുക. അതായത് ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ വേറെ കാമുകനൊപ്പം കറങ്ങാൻ പോവുക, ഇല്ലെങ്കിൽ കാമുകനുള്ളപ്പോൾ വേറെ ബസ്സിയുടെ ഒപ്പം പോവുക. അപ്പോൾ ഈ ഷാംബോളിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞു പോകണമെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലോ ആവറേജ് ലുക്ക്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, റിച്ചും അല്ല എന്നുണ്ടെങ്കിൽ പെണ്ണ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതിൽ തന്നെ പെണ്ണ് കിട്ടുന്നതിൽ പകുതി ഷാംബോളിക് റിലേഷൻഷിപ്പ് അവന് സാധ്യതയുണ്ട്. പിന്നെ വേറെ കാര്യം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പിന്നെ റിച്ച് ആയിട്ടുള്ള ബിലോ ആവറേജ് ലുക്കുള്ള ആമ്പിള്ളേരുടെ കാര്യം കഷ്ടമാണ്. കാരണം അവർക്ക് കിട്ടുന്ന പെണ്ണുങ്ങളും അവിഹിതത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം റിച്ച് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ പുള്ളിയുടെ പൈസ കണ്ടിട്ടാണ് പെണ്ണ് വന്നത്. ആ പെണ്ണിൻ്റെ ലൈഫ് സെക്യൂർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പെണ്ണ് അവൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള വ്യക്തിയുടെ അടുത്ത് പെണ്ണ് വരാനുള്ള കാരണം അവൻ്റെ പഞ്ചാരടി കേട്ടിട്ടാണ്. കാരണം അവൻ എപ്പോഴും തമാശ പറയും, മാക്സിമം അവളെ എൻ്റർടൈൻ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമാവും സ്വഭാവം. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള വ്യക്തിക്ക് തന്നെ അവൻ്റെ സെൽഫ് റെസ്പെക്റ്റ് കൂടുതൽ കളയേണ്ടി വരും. അതായത് ഈ പെണ്ണുങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ചില സമയത്ത് ഇവന് സ്വയം കോമാളി ആകേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷന് ഈ സെയിം എനർജി ലെവൽ കീപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. അതായത് കഷ്ടപ്പെട്ട് പെണ്ണിൻ്റെ പുറകിൽ നടന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വഴി അവളെ പഞ്ചാര അടിച്ച് അവളെ എൻ്റർടൈൻ ചെയ്ത് അവളെ വളച്ചെടുത്തുന്നതിന് വിചാരിക്കുക. ലാസ്റ്റ് വരെ റിലേഷൻഷിപ്പിലാകുമ്പോഴോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ പെണ്ണിന് ബോറടിച്ച് തുടങ്ങും. ആ പെണ്ണിങ്ങനെ ആലോചിക്കും ഇവനേക്കാളും കൂടുതൽ ലുക്കുള്ള ചെക്കനെ എനിക്ക് കിട്ടുമല്ലോ, പിന്നെ ഞാൻ ഇവനായിട്ട് സെറ്റിലാവണം എന്തിനാണ്. ലാസ്റ്റ് ഇത് ബ്രേക്കപ്പ്, ഡിവോഴ്സ് അല്ലെങ്കിൽ അവിഹിതത്തിൽ പോയി എത്തുകയോ ചെയ്യും. പിന്നെ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെന്ന് വെക്കുക, അങ്ങനെയുള്ളൊരാൾക്ക് കൂടുതൽ സക്സസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്നാലൊരു കുഴപ്പമുണ്ട്. നിങ്ങൾ എത്രയൊക്കെ റിച്ച് ആണെങ്കിലും നിങ്ങൾക്ക് എത്ര തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിട്ടും കാര്യമില്ല. അവൾ നല്ലൊരു ലുക്കുള്ള ആണുങ്ങളെ കാണുമ്പോൾ വായി നോക്കുന്നതോട് മാക്സിമം ഇവിടെ അവിഹിതം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത്രയും പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ലുക്ക് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. കാരണം ലുക്കില്ല ബാക്കി എല്ലാ കാര്യവും ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക, എന്നാലും ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ബിലോ ആവറേജ് ലുക്കുള്ള കാമുകനെ അല്ലെങ്കിൽ ഭർത്താവിനെ ഒഴിവാക്കാനായിട്ട് ഈ പെണ്ണ് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ കേരളത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെ വെസ്റ്റേൺ കൺട്രീസ് എടുത്താലോ അവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ. ബ്ലാക്ക് പില്ല് ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ബ്ലാക്ക് പിൽ ഫിലോസഫിയാണ്. അതായത് ബ്ലാക്ക് പിൽ പറയുന്നത് ലുക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യവും വരുള്ളൂ എന്നുള്ളത്. കാരണം നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ട്രെൻഡിനനുസരിച്ച് സ്ത്രീകൾക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല ലുക്കുള്ള പുരുഷനാണെന്ന് തന്നെ വയ്ക്കുക, നല്ല പൊക്കമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പുരുഷൻ്റെ സ്വഭാവം ടോക്സിക് ആണെങ്കിൽ സ്ത്രീകൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അതേ സമയത്ത് ലുക്ക് ഒട്ടുമില്ല പക്ഷെ നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാണിനെ എങ്ങനെയും അവോയ്ഡ് ചെയ്യാൻ സ്ത്രീകൾ ശ്രമിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, പേഴ്സണാലിറ്റിക്ക് വലിയതായിട്ട് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ബ്ലാക്ക് പിൽ പറയുന്നത് നല്ല ജനറ്റിക്സ് ഉള്ളവന് നല്ല പെണ്ണിനെ കിട്ടും, ജനറ്റിക്സ് ആണ് എല്ലാം. നല്ല ജനറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രോഡ് ഷോൾഡർ, ബ്രോഡ് ചെസ്റ്റ്,
തിക്ക് നെക്ക്, പിന്നെ അതോടൊപ്പം തന്നെ നല്ല ഫേഷ്യൽ ഫീച്ചേഴ്സ്, പിന്നെ അത്ലറ്റിക് ആയിട്ടുള്ളൊരു ബോഡി, പിന്നെ അതിലേക്ക് ഉപരി ഹൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും ഉള്ള ഒരാളെയാണ് നല്ല ജനറ്റിക്സ് ഉള്ള ഒരാളെന്ന് ബ്ലാക്ക് പിൽ ഫിലോസഫിയിൽ പറയുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി സോഷ്യൽ മീഡിയയിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് കൂടുതലൊരു ഐഡിയ ഉണ്ടാവും എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലാക്ക് പില്ലിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം. പിന്നെ ബ്ലാക്ക് പിൽ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് ഇൻസൽ എന്ന് വിളിക്കുന്നതും കൂടി പറഞ്ഞു പോകാം. ഇതൊരു ഇൻസ്റ്റാഗ്രാം റീലാണ്. ഇതിലെ പെണ്ണിന് ഒരു 6/10 കൊടുക്കുക ലുക്ക് റേറ്റിംഗ്, കാരണം ഇത് കൂടുതൽ ഫിൽറ്ററാണ്. അപ്പോൾ ഈ പെണ്ണ് ജെമിനി എഐക്ക് കൊടുക്കുകയാണ് പെണ്ണിൻ്റെ ഫോട്ടോ, അതായത് തനിക്ക് പറ്റിയ ഒരു ആണിനെ തൊട്ടടുത്ത് ജനറേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ കണ്ടാൽ തന്നെ പെണ്ണൊരു അത്യാവശ്യം ഒരു ആവറേജ് ലുക്കുള്ള ഒരു പെണ്ണാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ജെമിനി എ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണിന് പറ്റിയ ഒരു ആണിനെ ജനറേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ പെണ്ണെന്താ ചെയ്തേക്കണത്, ജെമിനി എന്ന് പറഞ്ഞിട്ട് സാഡ് ഇമോജിയും പിന്നെ ഒരു കോമാളിയുടെ ഇമോജിയും. അതായത് ജെമിനി ജനറേറ്റ് ചെയ്തെന്ന ആവറേജ് ലുക്കുള്ള ആണിനെ ഇവർക്ക് ഇഷ്ടമായില്ല, ജെമിനി ഒരു കോമാളിയാണെന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി കൂടി നിങ്ങൾ നോക്കണം, അതാണ് രസം. ഈ പെണ്ണിന് ആവറേജ് ലുക്ക് സത്യം പറഞ്ഞുള്ളൂ, പിന്നെ കൂടുതൽ ഫിൽറ്ററാണ്. പിന്നെ അതുപോലെ അത് മൊബൈൽ വെച്ച് പകുതി ഫേസും കാണാനും വരുന്നില്ല. അപ്പോൾ ഈ പെണ്ണെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിക്ചർ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ChatGPTക്ക് ഒന്നുകൂടി പിക്ചർ കൊടുത്തിട്ട് തനിക്ക് പറ്റിയ ഒരു ആണിനെ ജനറേറ്റ് തരാൻ പറയും. അപ്പോൾ ChatGPT ജനറേറ്റ് ചെയ്തത് അവളെക്കാളും നല്ല ലുക്കുള്ളൊരു ചെക്കനെയാണ്. അപ്പോൾ നിങ്ങൾ താഴെ നോക്കിക്കുക, ChatGPT എന്ന് പറഞ്ഞിട്ട് ഒരു മെൽറ്റ് ആവുന്നൊരു ഇമോജി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ആവറേജ് ലുക്കുള്ള പെണ്ണ് പോലെ ആഗ്രഹിക്കുന്നത് ഏറ്റവും ടോപ്പിലുള്ള ചെക്കന്മാരെയാണ്. അതായത് ഈ പെണ്ണിന് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റിയ റേറ്റിംഗ് 6/10 ആണ്. പക്ഷേ ആണിന് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ 8/10 മിനിമം കൊടുക്കണം. കാരണം എല്ലാം അത്യാവശ്യം ജോലിയുണ്ട്, അത്യാവശ്യം പൊക്കമുണ്ട്, പിന്നെ എല്ലാ കാര്യങ്ങളും ആണിനുണ്ട് അവിടെ. ഇത് ഒരെണ്ണം നല്ലത് ഇഷ്ടംപോലെ ഇങ്ങനത്തെ റീൽസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാം. ഇനി നമുക്ക് അടുത്ത റീൽ കാണാം. നിങ്ങൾ ഈ റീൽ നോക്കിക്കേ, ജെമിനി ഈസ് സ്കെയറി സംടൈംസ് എന്നിട്ട് കരയണ ഒരു ഇമോജി. അതായത് ഈ പെണ്ണിവിടെ എന്താ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം ഫിൽറ്ററാന്നുള്ളത്. അത് ഫിൽറ്റർ ലെവൽ 100 കൊടുത്തേക്കണം എന്ന് തോന്നുന്നു. ഇത്രയും ഫിൽറ്റർ ഇട്ടിട്ട് ആ കൂടി ഒരു അഡ്വാൻറ്റേജ് ഫെയർ സ്കിൻ ഉണ്ട്. പിന്നെ ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കാൻ 6.5 മാക്സിമം കൊടുക്കാം. ഇതിൽ ജെമിനിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെമിനി കുറച്ച് റിയലിസ്റ്റിക് ആണ് ChatGPT വെച്ച് നോക്കാൻ നേരത്ത്. കാരണം ജെമിനി നമുക്ക് പറ്റിയ ലുക്കിനനുസരിച്ചുള്ള ഒരാളെയാണ് ജനറേറ്റ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ ആളിവിടെ ആളുടെ ഫോട്ടോ ജെമിനി കൊടുത്തിട്ട് തനിക്ക് പറ്റിയ ഒരു ആണിനെ ജനറേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തേക്കുവാണ്. സോ സ്വാഭാവികമായിട്ടും ജെമിനി ഇവളുടെ ലുക്കിന് പറ്റിയ ഒരാളായിരിക്കും ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ആണിനെ സത്യം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അവളുടെ സെയിം ലുക്ക് ലെവലാണ് 6.5 കൊടുക്കുക. പക്ഷേ അവൾക്ക് ഈ ലുക്ക് ലെവലുള്ള ആണിനെ വേണ്ട, അതായത് അവളുടെ സെയിം ലുക്ക് ലെവലുള്ള ഒരു ആണിനെ അവൾക്ക് വേണ്ട. അവൾക്ക് ഇത് കാണുമ്പോൾ തന്നെ പേടിയാവണമെന്ന്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. അടുത്ത ആൾ നേരെ ജെമിനിക്ക് കൊടുക്കാതെ നേരെ ChatGPTയാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവരുടെ ലുക്ക് ലെവൽ നോക്കിക്കേ. അതായത് പെണ്ണിന് എങ്ങനെ പോയാലും മാക്സിമം ഒരു 5.5 അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ ആണിന് 7.5 to 8 മിനിമം കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര റീൽസിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായോ, ഒരു ആവറേജ് ലുക്കുള്ള പെണ്ണ് ആഗ്രഹിക്കുന്നത് അവളെക്കാളും ഏറ്റവും ലുക്ക് കൂടി ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ആണിനെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആവറേജ് ലുക്കുള്ള പെൺപിള്ളേർ ഏറ്റവും ടോപ്പിലുള്ള ആൺപിള്ളേർ ആഗ്രഹിക്കുന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു പോകാം. സോ ഈ റീൽ നിങ്ങൾ കണ്ടു, ഞാൻ അടുത്ത റീൽ ഞാൻ കാണിച്ചു തരാം. I know for a fact that I can get any woman. Can I get a little twirl? No, fuck off. Are you joking? Twirl, mate. Pop your balloon. Who do you think you are telling me to twirl, mate? Twirl for me. Turn around and twirl, bitch. Oh my God, get out of here. Pop your balloon, get out of my face. Get out of my face. നല്ല നാച്ചുറൽ ബോഡി മസിൽസും ഉണ്ടായാൽ മാത്രം മതി പെണ്ണ് സെറ്റായിക്കോളെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേർക്കുള്ള ഒരു വീഡിയോ കൂടിയാണത്. അതായത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പുള്ളി പറയുന്നുണ്ട് പുള്ളിക്ക് ഏത് പെണ്ണിനെയും കിട്ടുമെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടത് പിന്നെ പുള്ളിനെ ഒരു പെണ്ണ് റിജക്റ്റ് ചെയ്യുന്നതാണ്. അത് സാധാരണ രീതിയിലുള്ള റിജക്ഷൻ അല്ല, വെറും ഒരു നോ അല്ല, നല്ല രീതിയിൽ അപമാനിച്ചും വിടുന്നുണ്ട് പുള്ളിനെ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, പെണ്ണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബോഡി മസിൽസ് മാത്രം ഉണ്ടായിക്കൊണ്ട് യാതൊരു പ്രയോജനമില്ല. സോ റീൽസ് നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ഇതുപോലത്തെ റീൽസ് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ 1 മണിക്കൂറിന് മേലെയാവും. അതുമില്ലാതെ ഇവിടെ റീൽസ് മാത്രമല്ല, കുറേ പേര് അവരുടെ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ അടുത്ത് പങ്കുവെച്ചിട്ടുണ്ട്. സോ അതിനും പിന്നെ ബ്ലാക്ക് പിൽ എന്താ, ബ്ലാക്ക് പിൽ എന്ന് പേര് വരാനുള്ള കാരണം എന്താ, ബ്ലാക്ക് പിൽ എങ്ങനെ ആദ്യം തുടങ്ങിയത്, അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബ്ലാക്ക് പിൽ സ്റ്റാർട്ട് ചെയ്യണത് 1997 അലാന എന്ന പേരുള്ള ഒരു കനേഡിയൻ വുമണാണ് ഇൻസൽ എന്നുള്ള ടേം ആദ്യം കോയിൻ ചെയ്തത്. അതായത് അന്ന് ഇൻസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട ഒരു വാക്കോ ഹേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു വാക്കോ ഒന്നും ആയിരുന്നില്ല. ആണുങ്ങളിൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള ഒറിജിൻസിനായിരുന്നു അന്ന് ഇൻസൽസ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇൻസൽസ് അതൊരു സപ്പോർട്ടീവ് ഗ്രൂപ്പും കൂടിയായിരുന്നു. ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന ഇൻവോളണ്ടറി ഒറിജിൻസ് ആയിട്ടുള്ള ആണുങ്ങൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ടീവ് ഗ്രൂപ്പായിരുന്നു ഇൻസൽസ്. കൂടുതൽ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആണുങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉള്ളൊരു ഗ്രൂപ്പായിരുന്നു ഇൻസൽസ്. അത് കഴിഞ്ഞ് ടെക്നോളജി നല്ല രീതിയിൽ വളർന്നു. 2002-2003 കാലഘട്ടത്തിൽ 4chan എന്നുള്ള പേരുള്ളൊരു വെബ്സൈറ്റ് സ്റ്റാർട്ടായി ആദ്യം. അതിന് മൊത്തം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് ലുക്കുള്ള ആമ്പിള്ളേർക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ്, ലുക്കിലെല്ലാ കാര്യം പേഴ്സണാലിറ്റി കാര്യമുള്ളതൊക്കെ വെറും നുണയാണ്, ഏറ്റവും കൂടുതൽ ലുക്കുള്ളവനാണ് കൂടുതൽ പെണ്ണുങ്ങളിൽ നിന്ന് അറ്റൻഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 2005 റെഡിറ്റ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലോഞ്ചായി. അപ്പോൾ റെഡിറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ r/incels എന്ന് പറഞ്ഞൊരു സബ് റെഡിറ്റ് ഉടനെ തന്നെ ഒരാൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ സബ് റെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ കൂടുതലും ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ പെണ്ണുങ്ങൾ ആ ഗ്രൂപ്പിനെതിരെ മാസ് റിപ്പോർട്ട് അടിച്ചു. അങ്ങനെ കൂടുതൽ റിപ്പോർട്ട് കൂടിയപ്പോൾ ആ ഗ്രൂപ്പ് ബാൻ ചെയ്യേണ്ടി വന്നു.
അത് കഴിഞ്ഞ് ആ ഗ്രൂപ്പ് ബാൻ ആയതിനു ശേഷം പിന്നീടും കുറേ വെബ്സൈറ്റിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വെബ്സൈറ്റിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇവർ പെണ്ണുങ്ങളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ സ്ത്രീ വിരുദ്ധതയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാൻ തുടങ്ങി കുറേ സ്ത്രീകൾ. അങ്ങനെ ഇതുപോലത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ആണുങ്ങൾക്ക് ഒരു ബാഡ് ഇമേജ് ഉണ്ടായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംസാരിക്കുന്ന ആണുങ്ങളെ കൂടുതൽ ഇൻസൽസ് എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ ഇൻസൽ എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട വാക്കായി മാറിയത്. സോ നിങ്ങൾ ഇപ്പോഴും ആലോചിക്കും ഈ ബ്ലാക്ക് പിൽ എന്നുള്ളൊരു പേര് എങ്ങനെയായിരിക്കും എന്നാലും വന്നതെന്നുള്ളത്. പില്ല് എന്നുള്ളൊരു സംഭവം മെട്രിക്സ് എന്നുള്ളൊരു പേരുള്ള ഒരു പടത്തിലായിരുന്നു ആദ്യം തുടക്കം കുറിച്ചത്. മെട്രിക്സ് എന്ന പടത്തിൽ മോർഫിയസ് നിയോന് 2 പിൽസ് ഓഫർ ചെയ്യും. ഒന്ന് ബ്ലൂ പില്ല്, ഒന്ന് റെഡ് പില്ല്. ബ്ലൂ പില്ല് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വിശ്വസിച്ച് പോകാം. റെഡ് പില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് നഗ്നമായ സത്യങ്ങൾ അറിയാൻ പറ്റും. സോ ഇതിൽ നിന്നാണ് പില്ല് എന്നുള്ളൊരു മെറ്റഫറ എടുത്തത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ബ്ലാക്ക് എവിടെ നിന്നു, ഇതിൽ ബ്ലൂവും റെഡിനെ കുറിച്ചാണല്ലോ പറയുന്നത്, ബ്ലാക്കിനെ കുറിച്ച് ഇതിൽ പറയുന്നില്ലല്ലോ എന്ന്. അതായത് ബ്ലാക്ക് എന്ന് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, ഒരു ഇരുണ്ട സ്ഥലം, ഒരു പ്രതീക്ഷയില്ലാതെ, ഒരു ഹോപ്പില്ലാത്തൊരു സ്ഥലം. ആ ഇരുണ്ട സ്ഥലത്ത് കൂടുതൽ നഗ്നമായ സത്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഈ ബ്ലാക്കിനെ പില്ലുമായിട്ട് കണക്ട് ചെയ്ത് ബ്ലാക്ക് പിൽ എന്ന് പിന്നീട് വിളിപ്പേരുണ്ടായത്. അതായത് ബ്ലാക്ക് പില്ല് ആളുകൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംസാരിക്കുള്ളൂ. ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്കത് അറിയാം അത് നഗ്നമായ സത്യമാണെന്ന്, പക്ഷേ അത് വിശ്വസിക്കാനുള്ളൊരു മടി, ആ മടിയാണ് ആളുകൾക്കത് പിന്നീട് ഇഷ്ടമല്ലാതെ ആവുന്നത് ബ്ലാക്ക് പില്ല് പറയുന്ന കാര്യങ്ങൾ. അതായത് നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം പ്രറ്റി പ്രിവിലേജ് എല്ലായിടത്തും ഉണ്ട്, പക്ഷേ നമുക്കത് സമ്മതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കാര്യം. അപ്പോൾ ആ കാര്യത്തിനെ കുറിച്ചാണ് കൂടുതൽ ബ്ലാക്ക് പില്ല് അനലൈസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് തോന്നിയേക്കാം. കുറേ സ്ത്രീകൾക്ക് ഇത് ഇഷ്ടപ്പെടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ഈ സത്യങ്ങൾ ആണുങ്ങൾ അറിയാതിരിക്കാനേ ശ്രമിക്കുള്ളൂ. കാരണം ബ്ലാക്ക് പില്ലിലെ സത്യങ്ങളൊക്കെ പുരുഷന്മാർ കൂടുതൽ അറിയും തോറും ഈ സ്ത്രീകളുടെ പുറകെ നടക്കുന്ന പുരുഷന്മാരുടെ എണ്ണം കുറയും. അങ്ങനെ സ്ത്രീകളുടെ പുറകെ നടക്കുന്ന പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അത് നഷ്ടം മാത്രമേ ഉള്ളൂ, ലാഭമില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും നഗ്നമായ സത്യം പറയുന്നതുകൊണ്ട് തന്നെ ചില സ്ത്രീകൾക്ക് ബ്ലാക്ക് പിൽ ഇഷ്ടമല്ല. ചില മുക്കാഭാഗി സ്ത്രീകൾക്ക് ബ്ലാക്ക് പിൽ ഇഷ്ടമല്ല. അവരിതിനെ മാക്സിമം എതിർക്കും. അതായത് പേഴ്സണാലിറ്റിയിലാണ് കാര്യം, ലുക്കിലൊന്നല്ല കാര്യമെന്ന് പറഞ്ഞ്. പക്ഷേ യാഥാർത്ഥ്യ ജീവിതത്തിൽ വളരെ ചുരുക്കം പേര് മാത്രമേ അത് പാലിക്കുള്ളൂ. സോ ഞാൻ പറഞ്ഞായിരുന്നു r/incels എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ്. സോ ഞാൻ പറഞ്ഞ r/incels. അപ്പോൾ ആ ഗ്രൂപ്പിനെതിരെ കുറേ പെണ്ണുങ്ങൾ മാസ് റിപ്പോർട്ട് കൊടുത്തു. സോ അത് ബാനായ വർഷം 2017 2017 ശേഷമാണ് കുറേ വെബ്സൈറ്റ് പിന്നീട് ഇതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങിയത്. സോ 2017 കഴിഞ്ഞിട്ടാണ് 2018-19 കാലഘട്ടത്തിൽ വീറ്റ് വാഫിൾസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തൊരു വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ പുള്ളി ആ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ പുള്ളീനെ വെറുത്തിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിയുടെ ഫേസ് കാണിച്ച് വീഡിയോ ഇട്ട് തുടങ്ങിയായിരുന്നു. പക്ഷേ അവിടെ വെച്ച് ഉണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഫേസ് കാണിച്ചു തുടങ്ങിയപ്പോൾ പുള്ളിനെ ഇഷ്ടമല്ലാത്ത കുറേ ആളുകൾ പുള്ളിനെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം പുള്ളിയും പുള്ളിയുടെ ഗേൾ ഫ്രണ്ടും പബ്ലിക്കിൽ നടന്നു പോകുന്ന സമയത്ത് കുറേ പേര് പുള്ളിനെ കളിയാക്കി വിട്ടു. അങ്ങനെ അത് ഒരുപാട് ആവർത്തിച്ചപ്പോൾ പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് പുള്ളിനെ ഇട്ടേച്ച് പോയി. ലാസ്റ്റ് വേറെ നിവൃത്തിയില്ലാതെ വീണ്ടും ഫേസ് കാണിക്കാതെ വീഡിയോ ഇട്ട് തുടങ്ങി. വീണ്ടും പുള്ളിയുടെ ഫേസൊക്കെ ബ്ലർ ചെയ്ത് തുടങ്ങി. സോ നഗ്നമായ സത്യം, ബ്രൂട്ടലായിട്ടുള്ള ട്രൂത്തൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇതാണ് അവസ്ഥ. സോ എന്തുകൊണ്ടാണ് ആവറേജ് ലുക്കുള്ള പെമ്പിളാർ കൂടുതലും അവരെക്കാളുള്ള ലുക്ക് കൂടി ആകുമ്പോൾ ആഗ്രഹിക്കാനുള്ള കാരണം? സോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ് ഇതിന് വളം വെച്ചത്. അതായത് നമ്മൾ 2010 മുന്നേയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതായത് തൻ്റെ സെയിം ലെവൽ ലുക്കുള്ള അല്ലെങ്കിൽ തന്നെക്കാളും ലുക്ക് കുറഞ്ഞ ആമ്പിള്ളേരെ വരെ പെണ്ണുങ്ങൾ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്, പക്ഷേ കമ്പയറിങ് ടു 2010 ഇപ്പോൾ വളരെ കുറവാണ്. അതിൻ്റെ മെയിൻ റീസൺ സോഷ്യൽ മീഡിയ തന്നെയാണ്, അതിന് യാതൊരു സംശയവും വേണ്ട. ഈ 2010 മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ കീപാഡ് മൊബൈലായിരുന്ന ആളുകൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കീപാഡ് മൊബൈൽ, ഫേസ്ബുക്ക് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പിന്നെ വളരെ ചുരുക്കം ആളുകളുടെ കയ്യിൽ മാത്രമേ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം ആളുകൾ മാത്രമായിരുന്നു അന്ന് ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 2010 കഴിഞ്ഞതിന് ശേഷം, അതായത് 2011-12 സമയത്താണ് സ്മാർട്ട് ഫോൺ കൂടുതൽ ആളുകൾ വാങ്ങിച്ചു തുടങ്ങിയത്. അപ്പോഴും ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൻ്റെ എണ്ണം കുറവായിരുന്നു. കാരണം അന്ന് ഇൻ്റർനെറ്റിനൊക്കെ ഒരുപാട് കാശായിരുന്നു. അപ്പോൾ അന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 GB, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഐഡിയ അന്ന് 1 GB ഒരു മാസത്തേക്ക് 249 ആയിരുന്നു. അതായത് ഒരു ദിവസം വെച്ചാൽ 1 GB, ഒരു മാസം ഫുള്ളും ആ 1 GB കിട്ടുള്ളൂ. ആ 1 GB ചാർജ് ചെയ്യണമെങ്കിൽ 249 അന്ന് കൊടുക്കണമായിരുന്നു. പക്ഷേ അതേ സമയത്ത് ഇന്ന് ആ 249 കൊടുത്ത് നമുക്ക് ഒരു ദിവസം 1.5 GB വെച്ച് ഒരു മാസം കിട്ടും. അതുകൊണ്ട് തന്നെ നെറ്റ് അന്ന് ചാർജ് ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു. നെറ്റ് ചാർജ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അധികം സോഷ്യൽ മീഡിയ അവർ യൂസ് ചെയ്യില്ല. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 5 2016 ജിയോ ഒരു ഓഫർ കൊണ്ടുവന്നു. ഒരു ദിവസം 4 GB വെച്ച് 4 മാസത്തേക്കെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അതോടുകൂടി എല്ലാം തീർന്നു. പിന്നെ ആളുകൾ കൂടുതൽ നെറ്റ് ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ കൂടുതൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ആക്കാൻ തുടങ്ങി. പിന്നെ കൂടുതൽ ആളുകൾ ടിക്ടോക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്ന വീഡിയോസ് പെണ്ണുങ്ങളുടെ ആയിരുന്നു. ഈവൻ ഒരു ബിലോ ആവറേജ് ലുക്കുള്ള പെണ്ണ് പോലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ നല്ല രീതിയിൽ ഒലിപ്പിക്കുന്ന ആണുങ്ങളുടെ കമൻറ്റ് വന്ന് തുടങ്ങി. അതിന് മുന്നേ ഉണ്ടായിരുന്നുണ്ട്. അതിന് മുന്നേ 2012-2003 കാലഘട്ടത്തിൽ ഫേസ്ബുക്കിൽ പെണ്ണുങ്ങൾ ഫോട്ടോ ഇട്ടാൽ തന്നെ ഇഷ്ടംപോലെ ആണുങ്ങളൊന്നും ഒലിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റ് ഇടും. പിന്നെ ഇഷ്ടംപോലെ ആണുങ്ങളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് അന്ന് വരുമായിരുന്നു പെണ്ണുങ്ങൾക്ക്. സോ ടിക്ടോക്കും കൂടി വന്നപ്പോൾ പെണ്ണുങ്ങൾക്ക് ഒരു ഈഗോ ബൂസ്റ്റ് കിട്ടിയ പോലെയായി.
അത് കഴിഞ്ഞ് പെണ്ണുങ്ങൾക്ക് കൂടുതൽ തിരിച്ചറിവ് വന്നു തുടങ്ങി. അതായത് അവർക്കൊരു ബിലോ ആവറേജ് ലുക്ക് ഉണ്ടായാലും ആവറേജ് ലുക്ക് ഉണ്ടായാലും എബോ ആവറേജ് അല്ലെങ്കിൽ 8/10 ലുക്കുള്ള ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് പോലും അവർക്ക് അറ്റൻഷൻ കിട്ടും എന്നുള്ളൊരു തിരിച്ചറിവ് വന്നു തുടങ്ങി. അങ്ങനെയാണ് പെണ്ണുങ്ങൾ അവരുടെ സ്റ്റാൻഡേർഡ്സ് പയ്യെ കൂട്ടി തുടങ്ങുന്നത്. നേരത്തെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലഘട്ടത്തിലൊന്നും പെണ്ണുങ്ങൾക്ക് ഇത്രയും തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല. അതായത് സോഷ്യൽ മീഡിയ ഇല്ലാത്തപ്പോൾ കൂടുതൽ കണക്ഷൻസ് ഇല്ല. നമ്മുടെ പരിസരത്തുള്ള ആണുങ്ങളെ മാത്രം നമ്മൾ കാണുന്നുള്ളൂ. കണക്ഷൻസ് അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് ഇത്ര ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളൊരു അറിവുണ്ടായിരുന്നില്ല. അതായത് ഈ പറയുന്ന പെണ്ണിൻ്റെ ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ലുക്കുള്ള ഒരു പെണ്ണാന്ന് തന്നെ വിചാരിക്കുക. അവളുടെ പരിസരത്ത് മൊത്തം ബിലോ ആവറേജും ആവറേജ് ലുക്കുള്ള ആണുങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിലോ ആവറേജും ആവറേജ് ലുക്കുള്ള ആണുങ്ങളുടെ പേഴ്സണാലിറ്റി നോക്കിയായിരിക്കും ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ലുക്ക് തന്നെ നോക്കിയായിരിക്കും ആവറേജ് ലുക്ക് കുഴപ്പമില്ല എന്ന രീതിയിൽ സെറ്റിൽ ആവാൻ ശ്രമിക്കും. അതേ സമയത്ത് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങിയ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഇഷ്ടം പോലെ അറ്റൻഷൻസ് കിട്ടും. അതായത് പ്രത്യേകിച്ച് എബോ ആവറേജ് ലുക്കുള്ള അല്ലെങ്കിൽ 8/10 ലുക്ക് ലെവലുള്ള ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് അറ്റൻഷൻ കിട്ടും. അങ്ങനെ കൂടുതൽ അറ്റൻഷൻ കിട്ടും. അതായത് പൈസക്കാരായിട്ടുള്ള ആമ്പിള്ളേരുടെ ഭാഗത്ത് നിന്നും ഈ ലുക്കുള്ള ആമ്പിള്ളേരുടെ ഭാഗത്ത് നിന്ന് അറ്റൻഷൻ കിട്ടുമ്പോൾ അപ്പോൾ അതിൽ പകുതി പെണ്ണുങ്ങളിങ്ങനെ ചിന്തിക്കും. അതായത് തൻ്റെ സെയിം ലെവൽ ലുക്കുള്ള അല്ലെങ്കിൽ തൻ്റെ സെയിം ലെവൽ സാമ്പത്തിക നിലവാരമുള്ള ഒരു ആണിനെ കെട്ടണം എന്തിനാ, അവനിൽ ഒതുങ്ങി കൂടുന്നതിനാ, തനിക്ക് ഇത്ര ഓപ്ഷൻസ് ഉള്ളപ്പോൾ എന്ന് ചിന്തിക്കും. അങ്ങനെ ഇവരുടെ സ്റ്റാൻഡേർഡ് ഒരുപാട് കൂട്ടും. ഇവർക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെസ്സേജ് അയക്കുന്ന ഭംഗിയുള്ള ആമ്പിള്ളേർ മൊത്തം ഇവരെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. പക്ഷേ ഭൂരിഭാഗം ആമ്പിള്ളേരും ഈ പെണ്ണുങ്ങളായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി മാത്രമാണ് മെസ്സേജ് അയക്കുന്നത്. പ്രത്യേകിച്ച് ഈ എബോ ആവറേജ് ലുക്കുള്ള ആമ്പിള്ളേർ, 8/10 ലുക്കുള്ള ആമ്പിള്ളേർ, പിന്നെ റിച്ച് ആയിട്ടുള്ള ആമ്പിള്ളേരൊക്കെ. പിന്നെ കുറേ പെമ്പിള്ളേർക്ക് ഇതിൻ്റെ റീസൺ അറിയാം. ഈ ആമ്പിള്ളേർ മൊത്തം അവരെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല മെസ്സേജ് അയക്കുന്നതെന്നുള്ളത്. സോ മാക്സിമം എൻജോയ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ബോഡി കോൺസ് കൂടാനുള്ള കാരണവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോപ്പ് 20% നിൽക്കുന്ന ആമ്പിള്ളേരെ പുറകിലായിരിക്കും ഭൂരിഭാഗം പെണ്ണുങ്ങളും. കാരണം ഈ ടോപ്പ് 20% നിൽക്കുന്ന ആമ്പിള്ളേർ ഇവർക്ക് അറ്റൻഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും ചാൻസ് ഉണ്ടെന്ന് വരികയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുക്കാഭാതി പെണ്ണുങ്ങൾ അവരായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. ഈ ലൈംഗിക ബന്ധം കഴിഞ്ഞ ഉടനെ തന്നെ കുറേ ആമ്പിള്ളേർ ഇവരെ അവോയ്ഡ് ചെയ്യും. അതിൽ വളരെ ചുരുക്കം ആമ്പിള്ളേർ മാത്രമേ ഇവരായിട്ട് റിലേഷൻഷിപ്പിലാവുകയോ കല്യാണം കഴിക്കുകയോ ചെയ്യുള്ളൂ. അപ്പോൾ കുറേ പേര് ചോദിക്കും എന്താണ് ഈ ടോപ്പ് 20%? ടോപ്പ് 20% വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലുക്കും കാശുള്ള ആളുകളാണ് നമ്മൾ ടോപ്പ് 20% പറയുന്നത്. ചിലർക്ക് ലുക്കും ഉണ്ടാവും, നല്ല രീതിയിൽ കാശും ഉണ്ടാവും. ചിലർക്ക് കാശ് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ലുക്ക് ഉണ്ടാവില്ല. പക്ഷേ അവരും ടോപ്പ് 20% ആവും. സോ ഇങ്ങനെയുള്ള ആണുങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടം പോലെ ഗേൾസിനെ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ആണുങ്ങൾ മാക്സിമം യൂസ് ചെയ്യാമെന്ന് വിചാരിക്കും പെണ്ണുങ്ങളെ. അത് കഴിഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പെണ്ണുങ്ങളെ അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഈ അവോയ്ഡ് ചെയ്യപ്പെട്ട പെണ്ണുങ്ങൾ കുറച്ച് പേർക്ക് കാര്യം ഒന്നും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവർ ഈ ടോപ്പ് 20 നിൽക്കുന്ന ആണുങ്ങളെ ചേസ് ചെയ്യാൻ പോകില്ല. പക്ഷേ ബാക്കി കുറച്ച് പേരുണ്ട്, അവർ വീണ്ടും ചേസ് ചെയ്യാൻ പോകും. വീണ്ടും അവരെ ലൈംഗിക ബന്ധത്തിൽ യൂസ് ചെയ്തിട്ട് വീണ്ടും അവർ ത്രോ ചെയ്യും. എന്നിട്ട് വീണ്ടും ഈ പെണ്ണുങ്ങൾ ടോപ്പ് 20 നിൽക്കുന്ന ഒരു ആണിനെ ചേസ് ചെയ്യും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അവസാനം ഒരു 30-35 വയസ്സാകുമ്പോൾ ഇവർ നിർത്തും. എന്നിട്ട് ഏതെങ്കിലും ഒരു മിഡിൽ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഒരു ആവറേജ് ലുക്കുള്ള ഒരു ആണായിട്ട് സെറ്റിലാവാൻ ശ്രമിക്കും. ഈ ആവറേജ് ലുക്കുള്ള മിഡിൽ ക്ലാസ്സുള്ള ആണ് ഇന്നേ വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവൻ്റെ ലൈഫ് മൊത്തം എടുത്തു പോയി കഴിഞ്ഞാൽ ഇന്നേ വരെ അവൻ്റെ റിലേഷൻഷിപ്പിന് ഉണ്ടായിട്ടുണ്ടാവില്ല. അവൻ്റെ ലൈഫിൽ മൊത്തം മുഴുവനും ജോലി കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ അവന് കിട്ടുന്നതോ 5 കൂടുതൽ ബോഡി കൗണ്ടുള്ള പെണ്ണിനെ. അപ്പോൾ സൈക്കോളജി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബോഡി കൗണ്ടുള്ള പെണ്ണിന് ഒരാണായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. അതായത് കല്യാണം കഴിഞ്ഞ് കൂടുതൽ അങ്ങനത്തെ പെമ്പിള്ളേർക്ക് ഒരു അവിഹിതം ഉണ്ടാവും. എല്ലാ പെമ്പിള്ളേരും അങ്ങനെയാണെന്നല്ല, പക്ഷേ ഭൂരിഭാഗം പെണ്ണുങ്ങൾ അങ്ങനെയാണെന്നാണ് സ്റ്റഡീസ് തെളിയിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ഭർത്താവ് കണ്ടെത്തി ഡിവോഴ്സിലോട്ട് എത്തുമ്പോൾ ഇവർ ജീവനാംശം ആവശ്യപ്പെടും. നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, ജീവനാംശം കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ആ പുരുഷൻ്റെ ജീവിതം കോഞ്ഞാട്ടിയായി. അതായത് ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് അനുസരിച്ച് 30 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള സ്ത്രീകൾ കൂടുതൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്. അതായത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്, വേറെ വഴിയില്ലാതെയാണ് അവർ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് കൂടുതലും. പിന്നെ ജെന്യുവൻ ആയിട്ടുള്ള സ്ത്രീകളും ഉണ്ട്. ഞാൻ എല്ലാ സ്ത്രീകളും അങ്ങനെയൊന്നല്ല പറയുന്നത്. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ സൂക്ഷിച്ച് കേൾക്കാം. അപ്പം പറഞ്ഞ എന്തായിരുന്നു, 30 കഴിഞ്ഞ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിരിക്കും കല്യാണം കഴിക്കുക. സോ അങ്ങനെ കല്യാണം കഴിക്കുന്ന പെൺപിള്ളേർ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്ത് അലിമണി ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജീവനാംശം 6 ലക്ഷം രൂപ മാസം വേണമെന്ന് പറഞ്ഞൊരു പെണ്ണ് ആവശ്യപ്പെടുന്നു. പിന്നെ ഓടി കാറ് 12 ലക്ഷം രൂപ മാസം വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ ജീവനാംശം എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പെണ്ണിന് ജീവൻ നിലനിർത്താനായിട്ട് കുറച്ച് അന്തസ്സായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള കാശ്. അതിന് 6 ലക്ഷവും 10 ലക്ഷവും 12 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടോ? ഒരു മാസം കൂടി പോയത് 30 അല്ലെങ്കിൽ 40,000 രൂപ മാക്സിമം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തോ, റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ സുഖിച്ച് ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇതാവുമ്പോൾ മാസം തോറും 6 ലക്ഷം രൂപ 10 ലക്ഷം രൂപ വെച്ച് ഭർത്താവ് തരുവാണെങ്കിൽ അവർക്ക് ലാഭമാണ്. അതായത് ഇവിടെ പണിക്ക് പോകാതെ വെറുതെ കിട്ടുന്ന കാശും കൂടിയാണ്. സോ ജീവനാംശം ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ സ്ത്രീക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്, കല്യാണം കഴിച്ച ഒരു കൊച്ചൊക്കെ ആയപ്പോൾ ജോലി ക്വിറ്റ് ചെയ്തു. സോ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ജോലിക്ക് പോകണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞൊരു ഡിവോഴ്സ് വരുവാണെങ്കിൽ ആ സ്ത്രീക്ക് അലിമണി കൊടുക്കണം. പിന്നെ ജോലിക്ക് പോകാൻ പറ്റാത്ത ആരോഗ്യ പ്രശ്നമുള്ള സ്ത്രീകൾ, പിന്നെ പ്രസവിച്ച് 2-3 മാസമായ സ്ത്രീകൾക്കൊക്കെ ജീവനാംശം ആവശ്യമാണ്. പിന്നെ വേറെ 10 പൈസ വരുമാനം ഇല്ലാത്ത സ്ത്രീകൾ, പിന്നെ ജോലിക്ക് പോയിട്ട് അധികം സാലറി കിട്ടാത്ത സ്ത്രീകൾക്ക്. പക്ഷേ ഇത് കൂടുതൽ സ്ത്രീകൾ മിസ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അവരിത് ഒരു ബിസിനസ്സായിട്ടാണ് കാണുന്നത്. സോ അതെന്തായാലും ആവട്ടെ, ഞാനിവിടെ പറഞ്ഞത് ലുക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ലുക്ക് എന്ന് പറയുമ്പോൾ ഫേഷ്യൽ ഫീച്ചേഴ്സ്, അതായത് മുഖഭംഗി, അതോടൊപ്പം തന്നെ ഹൈറ്റ്, പിന്നെ ഒരു അത്ലറ്റിക് ബോഡി ഇല്ലെങ്കിൽ പോലും ഒരു ആവറേജ് ബോഡിയിൽ മിനിമം വേണം. പിന്നെ അതോടൊപ്പം തന്നെ പൈസയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
പിന്നെ ചില പെമ്പിളാർ, അതായത് 10 to 15% പെമ്പിളാർ പേഴ്സണാലിറ്റി നോക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പുരുഷന്മാർ എല്ലാ സ്ത്രീകളും പേഴ്സണാലിറ്റി നോക്കുന്ന സ്ത്രീകളാണെന്ന് തെറ്റിദ്ധരിക്കും. അവിടെയാണ് വിഷയം. ഈ ഡോൺ ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറഞ്ഞൊരു കോട്ടുണ്ട്. പക്ഷേ അത് ഇന്നേ വരെ ആരും പാലിക്കാത്തൊരു കാര്യമാണ്. അതായത് എല്ലാവരും ബുക്കിൻ്റെ കവർ നോക്കിയേ ജഡ്ജ് ചെയ്യുള്ളൂ. നമുക്ക് ലുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം നല്ലതായിരിക്കുന്ന ഒരു ഓട്ടോമാറ്റിക്കലി ജഡ്ജ് ചെയ്യും. അതിന് ഹാലോ എഫക്റ്റ് എന്ന് പറയും. സോ എന്താണ് ഹാലോ എഫക്റ്റ്? അപ്പോൾ 1920 എഡ്വാർഡ് തോൺഡൈക്ക് എന്ന പേരുള്ള ഒരു പുള്ളിയാണ് ഇതിനെക്കുറിച്ച് ആദ്യം പഠനം നടത്തുന്നത്. അപ്പോൾ ഇതാദ്യം പഠനം നടക്കുന്നത് മിലിറ്ററിയുടെ അകത്താണ്, അതായത് സോൾജേഴ്സിലാണ് പഠനം നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലീഡർഷിപ്പിന് വേണ്ടി ഒരു വോട്ടിംഗ് നടന്നിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ മുഖഭംഗിയും പൊക്കമുള്ള ആൾക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അതായത് മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ ഏറ്റവും കൂടുതൽ പൊക്കവും ഏറ്റവും കൂടുതൽ ഭംഗിയും മുഖഭംഗിയുള്ള ആളെയാണ് ലീഡറായിട്ട് കാണുന്നത്. അപ്പോൾ ഈ പുള്ളി ഇതിന് ഹാലോ എഫക്റ്റ് എന്നൊരു പേരിട്ടു. ഇതിനൊക്കെ കാരണം നമ്മുടെ തലച്ചോറാണ്. നമ്മളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഇൻ്റലിജൻ്റ് ആയിരിക്കും, അയാൾ സ്മാർട്ടായിരിക്കും, അയാൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവും, നമ്മൾ ഓട്ടോമാറ്റിക്കലി അസ്യൂം ചെയ്യും. അപ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ നല്ലൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കും എന്നുള്ള ഒരു അസംഷനെയാണ് നമ്മൾ ഹാലോ എഫക്റ്റ് എന്ന് കൂടി പറയുന്നത്. പിന്നെ അടുത്താണ് പ്രെറ്റി പ്രിവിലേജ്. ഇപ്പോൾ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളും അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളും ഒരു കടയിൽ ചെല്ലുക. അട്രാക്റ്റീവ് ആയിട്ടൊരു പുരുഷൻ ഒരു സാധനം വാങ്ങിച്ചതിന് ശേഷം ഇതിന് കുറച്ച് വില കുറച്ച് തരാമോ, ഇല്ലെങ്കിൽ ഇന്ന് എൻ്റെ കയ്യിൽ കാശില്ല നാളെ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സെല്ലർ അത് കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാനാണ് സാധ്യത. അതേസമയത്ത് ഒരു അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഇത് പറയുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ല. പിന്നെ ഇൻ്റർവ്യൂയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പുരുഷനും അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള പുരുഷനും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. രണ്ടുപേരും ഒരേപോലെ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ പോലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യാനാണ് കൂടുതൽ സാധ്യത. ഈ എക്സാമ്പിൾ അവിടെ വെച്ച് തീരുന്നില്ല. 2 ബേക്കറി ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ബേക്കറിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ആ ബേക്കറിയുടെ ഓണർ, മറ്റേ ബേക്കറിയിൽ അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഓണർ. അപ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓണറുടെ ബേക്കറിയിൽ നിന്നായിരിക്കും കൂടുതൽ ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കുക. കാരണം എന്താ, അവിടെ ഒരു ഹാലോ എഫക്റ്റ് വരുന്നുണ്ട്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ അവൻ്റെ കടയിലെ സാധനങ്ങൾ നല്ലതായിരിക്കും എന്നുള്ളൊരു ധാരണ. അതുമല്ലാതെ ചില പെണ്ണുങ്ങൾ പുള്ളിനെ വാങ്ങി നോക്കാനായിട്ട് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കും. അപ്പം നമ്മൾ അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുടെ കടയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളുടെ കടയിൽ സെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അട്രാക്റ്റീവ് ആയിട്ടൊരു ആളുടെ കടയിലായിരിക്കും. അവിടെ ഈ ഹാലോ എഫക്റ്റാണ് വർക്ക് ആവുന്നത്. അതോടൊപ്പം തന്നെ കുറേ പെണ്ണുങ്ങൾ വാങ്ങി നോക്കാനായിട്ട് പുള്ളിയുടെ കടയിൽ കയറുകയും ചെയ്യും. ഈ സാധനം എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതുമാണ്. പിന്നെ നമ്മൾ ഡേറ്റിംഗ് ആപ്സ് എടുത്തത് തന്നെ ആവറേജ് ചെറിയ രീതിയിൽ എബോ ആവറേജ് ലുക്കുള്ള ആമ്പിളാർക്കൊന്നും നല്ല രീതിയിൽ മാച്ച് കിട്ടില്ല. അവർ എത്ര പ്രൊഫൈൽ ലൈക്ക് ചെയ്താൽ പോലും മാച്ച് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയത്ത് 8 out of 10 ലുക്കുള്ള ആമ്പിളർക്ക് ഇഷ്ടംപോലെ മാച്ചസ് കിട്ടുകയും ചെയ്യും. ഡേറ്റിംഗ് ആപ്പിൽ എപ്പോഴും ടോപ്പ് 20% നിൽക്കുന്ന അല്ലെങ്കിൽ ടോപ്പ് 10% നിൽക്കുന്ന ആമ്പിളർക്കായിരിക്കും കൂടുതൽ മാച്ചസ് കിട്ടുക. അതേസമയത്ത് 8 out of 10 ലുക്കുള്ള ആമ്പിളർക്ക് മാച്ച് ആവുന്ന പെമ്പിളാർ കൂടുതലും ആവറേജ് ബിലോ ആവറേജ് ലുക്കുള്ള പെമ്പിളാരായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് സുഹൃത്തെ. അതിന് വേറെ എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു കടയിൽ അട്രാക്റ്റീവ് ആയിട്ടൊരു കളിപ്പാട്ടവും അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളിപ്പാട്ടം ഉണ്ടെന്ന് വയ്ക്കുക. രണ്ടെണ്ണത്തിൻ്റെ വില 10 രൂപയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളിപ്പാട്ടമായിരിക്കും. കാരണം എന്താ, 2 എണ്ണം 10 രൂപ കിട്ടുവാണെങ്കിൽ ഏറ്റവും മികച്ചതല്ലേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. പെണ്ണുങ്ങളുടെ കാര്യം എങ്ങനെയാണ്, പെണ്ണുങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് അറ്റൻഷൻ കിട്ടും. അപ്പോൾ പിന്നെ അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളെ എന്തിനാണ് സെലക്ട് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് ഞാൻ പറഞ്ഞു പോകുന്നില്ല സുഹൃത്തെ. പക്ഷേ പകുതി കൂടുതൽ സ്ത്രീകൾ ഇപ്പോൾ അങ്ങനെയായി വരികയാണ്. പ്രത്യേകിച്ച് ആലുവ, എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ മൊത്തം. പിന്നെ അല്ലാതെയും കേരളത്തിൽ കുറേ സ്ഥലങ്ങളിൽ ഇത് സ്പ്രെഡ് ആവുന്നുണ്ട്. തമിഴ്നാട്ടിലും ഇങ്ങനെ തന്നെയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ മാട്രിമോണി ആപ്പ് എക്സ്പെരിമെൻറ്റ് നടത്തിയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഫുള്ളായിട്ട് വേറെ ഇടാം. പക്ഷേ അതിലുള്ള ഒരു സമ്മറി ഞാൻ പറഞ്ഞു പോകാം. ഞാൻ മാട്രിമോണി ആപ്പിൽ ആദ്യം ഒരു ആവറേജ് ലുക്കുള്ള ഒരു പയ്യൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഒരു പെണ്ണ് പോലും ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. ഞാൻ അങ്ങോട്ട് കുറേ 10-100 പെണ്ണുങ്ങളെ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കി. പക്ഷേ അതേ സമയത്ത് തന്നെ ആവറേജ് പെണ്ണിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 900 റിക്വസ്റ്റ് ആയിരുന്നു. അതും വെറും 2.5 ആഴ്ച കൊണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, ആ ആവറേജ് പെണ്ണിൻ്റെ പ്രൊഫൈൽ ഞാൻ കൊടുത്തേക്കുന്നത് ആ കൂടി ഒരു ഡിഗ്രി മാത്രം പഠിച്ചുള്ളൂ, ജോലിക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് എനിക്ക് കിട്ടിയ റിക്വസ്റ്റ് നല്ല കാശുള്ള വീട്ടിലെ ആമ്പിള്ളേർ, നല്ല ജോലിയുള്ള ആമ്പിള്ളേർ, അപ്പർ ക്ലാസ്സിലുള്ള ആമ്പിള്ളേരൊക്കെയാണ് റിക്വസ്റ്റ് അയച്ചത്. പിന്നെ ഞാൻ അറിയാതെ തന്നെ നമ്പർ അതിൽ ഞാൻ കൊടുത്തുപോയി. ആ നമ്പർ ഞാൻ അറിയാതെ കൊടുത്തുപോയപ്പോൾ എനിക്ക് എത്ര കോളാണ് വന്നതെന്ന് പറയും. ഒരു ദിവസം തന്നെ എനിക്ക് എത്ര 100 കോളാണ് വന്നത്. ലാസ്റ്റ് സഹി കെട്ടിട്ട് ഞാൻ എയറോപ്ലെയിൻ മോഡിലിടുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഡേറ്റിംഗ് ആപ്പിനേക്കാളും ഒരു 10 ഇരട്ടി വേസ്റ്റാണ് ഈ മാട്രിമോണി ആപ്പ്. കാരണം മാട്രിമോണി ആപ്പിൽ പെണ്ണുങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അതായത് ഓരോ 100 പുരുഷന്മാർക്ക് അതിൽ കിട്ടുന്ന 15-20 പെമ്പിളാരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെമ്പിളാർക്ക് മാട്രിമോണി ആപ്പിൽ പ്രൊഫൈൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം കൂടുതൽ പെമ്പിളാർക്ക് ആലോചന തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് പയ്യന്മാരിലൊക്കെ വരും. പിന്നെ അതുമില്ലാതെ റിലേറ്റീവ്സ്, കസിൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഡേറ്റിംഗ് ആപ്പിൽ ഞാൻ കുറച്ച് കൂടുതൽ റിസർച്ച് നടത്തിയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കേരളത്തിൽ ഓരോ 100 ആണുങ്ങൾക്കും 20 പെണ്ണുങ്ങളെയാണ് കിട്ടുന്നത്. അതിപ്പോൾ ഏത് കാസ്റ്റ് എടുത്താലും മുസ്ലിംസാണ് ഏറ്റവും കുറവ് അതിൽ. അപ്പോൾ ഇതിൽ കണ്ടുവന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മാട്രിമോണി ആപ്പിൽ വരുന്ന മാട്രിമോണി പ്രൊഫൈലിൽ വരുന്ന ചില പെണ്ണുങ്ങളുടെ ഹിസ്റ്ററി ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ കുറേയൊക്കെ സ്കാമാണ്, കാശിന് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ അതിൽ കുറച്ച് ബോഡി കോൺസ് കൂടുതലുള്ള പെമ്പിള്ളാരാണ്. അതായത് ലാസ്റ്റ് ഫിനാൻഷ്യലി സ്റ്റേബിളായി സെറ്റിൽ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പെമ്പിള്ളാരാണ്. അപ്പോൾ ഇവരെന്തിനാണ് മാട്രിമോണി പ്രൊഫൈൽ തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊന്നും ചെക്കന്മാരെ കിട്ടാത്തതുകൊണ്ടാണ്. കാരണം ഇവരുടെ ഹിസ്റ്ററി അറിഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ പാസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവർ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കില്ല.
അതിൽ വളരെ ചുരുക്കം പെമ്പിളാർ മാത്രമാണ് നല്ല ഉദ്ദേശത്തോടെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തുള്ളത്. സോ പറഞ്ഞു വരുമ്പോൾ ഭയങ്കര ബ്രൂട്ടലാണ്. അപ്പോൾ ബ്ലാക്ക് പിൽ ഫിലോസഫി ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് ഡൈജസ്റ്റ് ആവില്ല ഇത്രയും ട്രൂത്ത് കേൾക്കുമ്പോൾ. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് പില്ലിനെ കുറിച്ച് കൂടുതൽ അറിവ് നേടാം. എന്താണ് നാട്ടിൽ നടക്കണമെന്നുള്ളത് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഗെയിമിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടാകുമ്പോൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ആവില്ല. വെറുതെ ഒരു പെണ്ണിൻ്റെ പുറകെ നടന്ന് നിങ്ങളുടെ സമയം നിങ്ങൾ കളയാൻ നിൽക്കില്ല. കാരണം നിങ്ങൾക്കറിയാം ഇത് എവിടെ പോയി അവസാനിക്കുമെന്നുള്ളത്. നിങ്ങൾക്കൊരു ജെന്യുവൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നേരത്തെ തന്നെ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുണ്ടാവും. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ ഇതിൽ മുഴുകി പോരുന്നത്. ഇതിൽ മുഴുകി പോകുമ്പോൾ കൂടുതൽ നിഹിലിസത്തിലോട്ട് പോയെത്തും. അതായത് ഈ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. അങ്ങനെ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ ഇതൊരു ആത്മഹത്യയിലോട്ട് പോയി എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് ഡീപ്പായിട്ട് ഡൈവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരുപാട് ആലോചിച്ച് തല പുണ്ണാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഈ പെണ്ണുങ്ങളുടെ ഈഗോ കൂടാനുള്ള മെയിൻ റീസൺ സിമ്പുകളാണ്. സിമ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകോഴികൾ. അപ്പോൾ കോഴി എന്ന് പറയാൻ പറ്റില്ല, കോഴി എന്നുള്ളൊരു വാക്ക് ചിലവർ എല്ലായിടത്തും യൂസ് ചെയ്യും. അതായത് ജസ്റ്റ് ഒരു പെണ്ണായിട്ട് സംസാരിച്ചത് തന്നെ അവനൊരു കോഴിയാണെന്ന് പറയുന്ന ആമ്പിള്ളേരാണ് ഇവിടെ കൂടുതലും. അതുകൊണ്ട് തന്നെ കോഴി എന്നുള്ളൊരു പേര് ഇതിന് ആപ്റ്റല്ല, സിമ്പ് എന്ന് തന്നെ പറഞ്ഞു പോവാം. സിമ്പ് എന്ന് പറയുമ്പോൾ ഒരാണ് അവൻ്റെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് എത്ര നാട്ടുന്നുപ്പും കേട്ടാലും വാലാട്ടിപ്പട്ടി പോലൊരു പെണ്ണിൻ്റെ പുറകിൽ പോകുന്നതിനെയാണ് സിമ്പ് എന്ന് പറയുന്നത്. അതായത് അവളുടെ ഫോട്ടോയ്ക്കൊക്കെ ലൈക്ക് കൊടുക്കുക, അവളുടെ വീഡിയോസ് എല്ലാത്തിനും പോയിട്ട് ഹാർട്ടിൻ്റെ ഇമോജി ഇടുക, അവൾക്ക് എപ്പോഴും ഡെയിലി മെസ്സേജ് അയക്കുക, അവൾ റിപ്ലൈ അയച്ചില്ലെങ്കിൽ പോലും ഡെയിലി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. സോ ഇങ്ങനത്തെ ആമ്പിളരാണ് കൂടുതൽ സിമ്പ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സിമ്പുകൾ കൂടുന്നവരാണ് പെണ്ണുങ്ങളുടെ ഈഗോയും കൂടുന്നത്, ഈ പെണ്ണുങ്ങളുടെ സ്റ്റാൻഡേർഡും കൂടുന്നത്. ഇപ്പോൾ സിമ്പുകളുടെ എണ്ണം കൂടിയപ്പോഴാണ് ഹോഫ്ലേഷൻ വന്നത്. അപ്പോൾ ഹോഫ്ലേഷൻ എന്താ നിങ്ങൾക്കറിയായിരിക്കും, അറിയാത്തവർക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഹോഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ വാല്യൂ കുറവാണ്, പക്ഷേ അതിനനുസരിച്ച് പെണ്ണുങ്ങളുടെ ഡിമാൻഡും കൂടുവാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ ഒരു എബോ ആവറേജ് ലുക്കുള്ള ഒരു ആണിനെ കിട്ടുന്നത് ആവറേജ് ലുക്കുള്ള ഒരു പെണ്ണിനെ ആയിരിക്കും. ഏറ്റവും ബോഡി കൗണ്ടുള്ള ആവറേജ് ലുക്കുള്ള പെണ്ണിനെ ആയിരിക്കും കിട്ടുന്നത്. സോ അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പുകളാണ്. സിമ്പുകൾ കാരണമാണ് ഇവരുടെ ഡിമാൻഡ് കൂടുന്നത്. പക്ഷേ ഇവരുടെ വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ 10 പൈസയ്ക്ക് കൊള്ളാത്ത സാധനങ്ങളായിരിക്കും. നേരത്തെ ഇത് വെസ്റ്റേൺ കൺട്രീസിലായിരുന്നു കൂടുതൽ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യയിലായി, ഇപ്പോൾ കേരളത്തിലത് ഒരുപാടായി. ഹോഫ്ലേഷൻ റിയൽ തന്നെയാണ്, എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇത് റിയൽ അല്ലാന്ന് കുറേ പേര് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ കൊച്ചി ആലുവയൊക്കെ ഒരു പ്രൈം എക്സാമ്പിളാണ് ഹോഫ്ലേഷൻ്റെ. അതായത് പുരുഷന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു 10 അല്ലെങ്കിൽ 20 മടങ്ങ് കഷ്ടപ്പെട്ടാൽ കിട്ടുന്ന പെമ്പിള്ളേർ, വാല്യൂ കുറഞ്ഞ ഡിമാൻഡ് കൂടിയ പെമ്പിള്ളേരാണ് കിട്ടുന്നത്. അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനം കിട്ടാനുള്ള കൂടുതൽ തലവേദന ഉണ്ടാകുമെന്നുള്ളൂ. കാരണം ഇവർക്ക് ഓഫർ ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല. കാരണം നമ്മൾ വീട്ടുപണി പറയുമോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഫെമിനിസം എടുത്തിടും. ചിലവർക്ക് പിള്ളേരെ പ്രസവിക്കാൻ പോലും താല്പര്യമില്ല, ചിലവർക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല, പക്ഷേ വീട്ടുപണി എടുക്കാനും താല്പര്യമില്ല. അപ്പോൾ തന്നെ ഉടനെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കയറി വരും, പിന്നെ അലിമുണി വരും, പിന്നെ അതിൻ്റെ പുറകിലായി. അതിനും ഭേദം എനിക്ക് ഇപ്പോഴത്തെ ആണുങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ല ജെന്യുവനായിട്ട് തോന്നിയാൽ മാത്രം കല്യാണം കഴിക്കുക, ഇല്ലെങ്കിൽ വെറുതെ തല വെച്ച് കൊടുക്കരുത്. കാരണം ഈ 10ഉം 20ഉം മടങ്ങ് കഷ്ടപ്പെട്ട് ഈ വാല്യൂ കുറഞ്ഞ പെണ്ണുങ്ങൾ നിങ്ങളിതിനെ ചുമക്കണം. അതിനും ഭേദം സത്യം പറഞ്ഞാൽ നിങ്ങൾ വല്ല പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അടുത്ത് പോകണം. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാമല്ലോ. ഈ കുറേ പേര് പറയും ഞാൻ വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന്. അങ്ങനെയല്ല സുഹൃത്തെ. കാരണം നമ്മളിപ്പോൾ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിന് ഏർപ്പെടാത്ത ഒരാണിനായിരിക്കും കൂടുതൽ മെൻ്റൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക. അങ്ങനെ മെൻ്റൽ ഫ്രസ്ട്രേഷൻ കൂടുമ്പോഴാണ് ഏത് പെണ്ണാലും കുഴപ്പമില്ല, അവളായിട്ട് ലൈംഗികത്തിൽ ഏർപ്പെട്ടാൽ മതി, അപ്പോൾ അവളെ കല്യാണം കഴിക്കാൻ വരെ തയ്യാറാവും. അതേ സമയത്ത് ഇനി ഫ്രസ്ട്രേഷൻ ഇല്ലെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരിക്കും. ഇപ്പം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു കുഴപ്പമാണ് ലൈംഗിക ദാരിദ്ര്യം. ഈ ലൈംഗിക ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ട് വേണം ഡിസ്കസ് ചെയ്യാനുണ്ട്. കാരണം അതൊരു ചെറിയൊരു ടോപ്പിക്കല്ല. പിന്നെ കുറേ പേര് പറയും ഇതൊരു ബേസിക് ബയോളജിയാണ് ബ്രോ എന്നൊക്കെ. സിമ്പുകളൊന്നും ഒരിക്കലും ബേസിക് ബയോളജി അല്ല. കാരണം നമ്മളൊരു 20,000-30,000 വർഷം മുമ്പ് എടുത്തു കഴിഞ്ഞാൽ അന്ന് സിമ്പുകൾ ഉണ്ടായിരുന്നില്ല. കാരണം പെണ്ണുങ്ങളുടെ പുറകിൽ ആണുങ്ങൾ ഒലിപ്പിച്ച് കിടന്നു കഴിഞ്ഞാൽ അവർ മരിച്ചു പോകും. വേറെ ഒന്നും കൊണ്ടല്ല, ആണുങ്ങൾക്ക് റിസോഴ്സസ് വേണ്ടേ, ജീവിക്കാനുള്ള ഫുഡ് വേണ്ടേ. ഇന്നത്തെ പോലെ അന്ന് മാർക്കറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആക്റ്റീവായിട്ട് ഹണ്ടിങ്ങിലൊക്കെ പോകണം. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ റിസോഴ്സസ് ഉള്ള ആണുങ്ങളുടെ കൂടെ, പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ള ആണുങ്ങളുടെ കൂടെയായിരുന്നു പെണ്ണുങ്ങളെന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആണുങ്ങൾക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടുമായിരുന്നു. അതായത് ഒരു 5-10 പെമ്പിളരെ കിട്ടും, അല്ലാത്ത ആണുങ്ങളെയും കിട്ടും. എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങളെ കിട്ടുമായിരുന്നു. തീരെ ഒട്ടും കഴിവില്ലാത്ത ഉണ്ണാക്കന്മാർക്കായിരുന്നു പെണ്ണുങ്ങളെ കിട്ടാതെ ഉള്ളൂ. കാരണം ഇന്നത്തെ പോലെ അന്നത്തെ ആണുങ്ങൾ അറ്റൻഷൻസ് ഒന്നും വാരി കൊടുക്കുന്നില്ല പെൺപിള്ളേർക്ക്. കാരണം അന്ന് അറ്റൻഷൻ കൊടുക്കാനും പെണ്ണുങ്ങളെ പുറകിൽ നടക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അന്ന് പട്ടിണി കിടന്ന ആളുകൾ മരിച്ചു പോകും. കാരണം ഈ കൃഷിക്കൊക്കെ മുന്നേ റിസോഴ്സ് കുറവായിരുന്നു, ഹണ്ടിങ്ങിന് പോയേ പറ്റുള്ളൂ. കൃഷി വന്നപ്പോഴാണ് കൂടുതൽ എളുപ്പമായ കാര്യങ്ങൾ. ഞാൻ ഈ 10-30,000 വർഷം മുന്നേ എന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് കൃഷി എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നടന്ന് ഹണ്ട് ചെയ്ത് പിന്നെ കുറേ റിസോഴ്സസൊക്കെ തപ്പിപ്പോണ്ടൊരു അവസ്ഥയാണ്. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല, എല്ലാം മാർക്കറ്റിൽ കിട്ടും. പിന്നെ വർക്ക് ഫ്രം ഹോം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ കമ്പ്യൂട്ടറിലാണ് കൂടുതൽ വർക്ക്. അതുകൊണ്ട് തന്നെ ബാക്കി ഒരുപാട് സമയം പെണ്ണുങ്ങളുടെ പുറകെ കിടക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ സർക്കംസ്റ്റൻസ് മാറിയപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പിന്നെ പറയണ്ടല്ലോ, സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് കൂടിയത്. ഇപ്പം നമ്മളൊരു 300-400 വർഷം മുന്നേ തന്നെ എടുത്താലും അന്ന് എല്ലാ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കിട്ടുമായിരുന്നു. കാരണം അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഫെമിനിസം വലിയതായിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഫെമിനിസം വലിയൊരു ഇൻഫ്ലുവൻസ് ആണ് അതിന്. കാരണം ഈ 3rd വേവും 4th വേവും പറയുന്ന പെണ്ണുങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ നിയമം വരെ സംരക്ഷിച്ചോളും എന്നാണ് പറയുന്നത്. അപ്പോൾ ഫെമിനിസം ഒരുപാട് പെണ്ണുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ഫെമിനിസം അല്ല, സൂഡോ ഫെമിനിസമാണ്.
കാര്യം ആണുങ്ങൾക്ക് ഒരുപാട് സ്പേം ഉണ്ട്, സ്ത്രീകൾക്കാണെങ്കിൽ ഒരു എഗ്ഗേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഇതിന് കൂടുതലുണ്ടാവും. പിന്നെ പെണ്ണുങ്ങളാണ് പ്രസവിക്കുന്നത്, പെണ്ണുങ്ങളാണ് പിള്ളേർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ കുറച്ച് സെലക്റ്റീവ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ ബയോളജിയിൽ പഠിച്ചാൽ അറിയാൻ പറ്റും. പക്ഷേ ഇത്രയും സെലക്റ്റീവ് അല്ല, അന്ന് ഇത്രയും സെലക്റ്റീവ് ഉണ്ടായിരുന്നില്ല. അതായത് ഒരു 30,000 വർഷം മുന്നേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആമ്പിള്ളേർക്കും പെണ്ണുങ്ങളെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ബേസിക് ബയോളജിയൊക്കെ പറയുമ്പോൾ ചെറിയൊരു മൈനർ ചേഞ്ചസ് പണ്ടുണ്ടായിരുന്നുള്ളൂ. ആ ബേസിക് ബയോളജിയാണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഹൈ സ്റ്റാൻഡേർഡിന് കാരണമെന്ന് പറയരുത്. കാരണം ഇപ്പോൾ കാണുന്നത് അൺറിയലിസ്റ്റിക് സ്റ്റാൻഡേർഡാണ്. കാരണം സോഷ്യൽ മീഡിയ പിന്നെ കുറേ സിമ്പുകൾ അവരുടെ പെണ്ണുങ്ങളുടെ ഈഗോ ബൂസ്റ്റ് ചെയ്ത് അങ്ങനെ പെണ്ണുങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റാൻഡേർഡാണത്. ഇത് അൺറിയലിസ്റ്റിക് സ്റ്റാൻഡേർഡാണ്. ഇതും ബേസിക് ബയോളജി ആയിട്ട് കണക്ഷൻ ഇല്ല. ഇത് നമ്മുടെ പൂർവികരായിട്ട് കണക്ഷൻ, അതായത് 30,000 വർഷം മുന്നേ എടുത്തു കഴിഞ്ഞാൽ ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്ന് സ്ത്രീകൾക്ക് അൺറിയലിസ്റ്റിക് സ്റ്റാൻഡേർഡ് അങ്ങനത്തെ സാധനമേ ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോഴത്തെ വെച്ച് കമ്പയർ ചെയ്ത നേരത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അന്ന് തീരെ കഴിവില്ലാത്ത ഒരു ലേസി ആയിട്ടുള്ള ഹണ്ടിങ്ങിനൊന്നും പോകാത്ത ഒരാൾക്കാണ് പെണ്ണ് കിട്ടാതിരുന്നിട്ടുള്ളൂ. ആക്റ്റീവായിട്ട് ഹണ്ടിങ്ങിന് പോയി റിസോഴ്സസൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് പെണ്ണന്ന് കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് സാധാരണ ഒരു പ്രൈവറ്റ് ജോലി ഉണ്ടെങ്കിൽ പോലും ഒരു ആണിന് ഒരു പെണ്ണിനെ കിട്ടുന്നില്ല. കാരണം ഒരു പെട്ടിക്കടയിലുള്ള ഒരാളുടെ മോള് പോലും ആഗ്രഹിക്കുന്നത് ഏറ്റവും ടോപ്പിലുള്ള ചെക്കനെയാണ്. അതായത് സർക്കാർ ജോലിയുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാശ് സമ്പാദിക്കുന്ന ചെക്കനെ നോക്കും. എന്നിട്ട് എങ്ങനെയെങ്കിലും ആ പുരുഷനെ കല്യാണം കഴിക്കുമ്പോൾ പുരുഷൻ നോക്കുമ്പോൾ പെണ്ണിനൊന്നുമില്ല. അതുകൊണ്ട് പുരുഷൻ എന്ത് സ്ത്രീധനം ചോദിക്കും. അങ്ങനെ സ്ത്രീധനം ചോദിച്ചത് ഒരു വലിയ വിഷയവും ലാസ്റ്റ് ആത്മഹത്യയിലോട്ട് എത്തും, ഇല്ലെങ്കിൽ അതൊരു ഡിവോഴ്സിലോട്ട് എത്തും. അങ്ങനെ ഡിവോഴ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ മൂന്നാമതൊക്കെ കല്യാണം ആകുമ്പോൾ ഏതെങ്കിലും ഒരു ആവറേജ് ആണെന്ന് കിട്ടിയാൽ മതി എന്ന രീതിയിലാവും പെണ്ണുങ്ങൾ ചിന്തിക്കുക. അന്ന് വെച്ച് മിഡിൽ ക്ലാസ്സുള്ള ആളുകളും അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലുള്ള ആളുകൾ സ്ത്രീധനം ചോദിക്കാറേ ഇല്ലെന്നല്ല പറഞ്ഞ്. പക്ഷെ നമ്മൾ റിച്ച് ആയിട്ടുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ ജോലിയുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ്സിലുള്ള സാധാരണ ജോലി ചെയ്യുന്ന ആളുകൾ സ്ത്രീധനം ചോദിക്കുന്നത് വളരെ കുറവാണ്. ചില വീട്ടുകാർ അറിഞ്ഞുകൊണ്ട് തന്നെ സ്ത്രീധനം ഇപ്പോഴും കൊടുക്കാറുണ്ട്. കാരണം എന്താ, നല്ല ചെക്കനെ കിട്ടാൻ, നല്ല കാശുള്ള നല്ല സർക്കാർ ജോലിയുള്ള ചെക്കനെ കിട്ടാൻ വേണ്ടി പെണ്ണിൻ്റെ വീട്ടുകാർ കൊടുക്കുന്ന ഒരു കൂലിയാണ് സ്ത്രീധനം. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ ബേസിക് ബയോളജി ബ്രോ, ഇത് പണ്ടോട്ട് അങ്ങനെയാണ് ബ്രോ എന്നുള്ളൊരു ടോക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ്. കാരണം അങ്ങനെ പറയണത് വളരെ സ്റ്റുപ്പിഡാണ്. സോ അങ്ങനത്തെ ഒരു ടോക്ക് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയത്. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്ത് പോയെന്ന് തോന്നുന്നു. സോ സ്ഥിരം പറയാറുള്ള പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം.